എങ്കിലേ നമുക്ക് രക്ഷ കിട്ടുള്ളൂ, നമ്മൾ രക്ഷ വാങ്ങിയേ പോവുകയുള്ളൂ. ആ ഒരു ഉത്തമ വിശ്വാസത്തോടുകൂടി നമുക്ക് നയിക്കാം. എല്ലാവരും കൂടെ പാട്ട് ഒന്നോടൊന്ന് പറ്റി കയ്യൊന്ന് അടിച്ച് രോഗത്തിലും വൻപ്രയാസങ്ങളിലും ഇതിൽക്കൂടെ നമുക്ക് ഇനി വരാനുള്ളത് ആ വന്നതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിച്ച ദൈവത്തെ നമ്മൾ വിളിക്കുന്നുണ്ട്. നമ്മളിൽ താഴുകയില്ല, നമ്മൾ കുറഞ്ഞ് നഷ്ടപ്പെട്ടു പോവുകയില്ല, ദൈവത്താൽ ജയിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി നമ്മൾ പാടിയാൽ ആ പാട്ട് അർത്ഥത്തോടുകൂടി ആയിരിക്കണം. അപ്പോൾ നമുക്ക് നന്മ കിട്ടും. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നതിന്റെ എന്താണ്? നന്മ കിട്ടണം, ദൈവസന്നിധിയിലേക്ക് അടുക്കണം. ദൈവത്തോട് ചേർന്ന് കുറച്ചു നേരം ഇരിക്കുമ്പോൾ അതിൻ്റെതായ അനുഗ്രഹം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് ജോലിയില്ലാത്തവരൊന്നും അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ജോലിയൊക്കെ കളഞ്ഞിട്ട് എങ്ങനെയായിരിക്കുന്ന രക്ഷപ്പെടണം, എൻ്റെ ദൈവരാജ്യത്തിലേക്ക് എനിക്കൊന്ന് കടക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുന്ന ഈ സമയത്തിൽ ഒരു മിനിറ്റ് പോലും നമ്മൾ പാഴാക്കാതെ ദൈവസന്നിധിയിൽ ഉണർന്നിരുന്നിട്ട് നമുക്ക് കേട്ടാം. ഇനി എൻ്റെ പ്രകാരെ വരുന്നവർക്ക് ശരി കഴിക്കാൻ ഞാൻ യോഗ്യനല്ല, പക്ഷെ ഞാനിപ്പോ പറയുന്നതിനെ ദൈവം ശ്രദ്ധയൊന്ന് വന്നിട്ട് അവരെ ക്ഷണിക്കാവല്ലോ എന്ന് വിചാരിച്ചാണ്. സജി പാസ്റ്റർ തിരുവില്ലായി നിന്ന് വരുന്നതാണ്. അദ്ദേഹം വലിയ പ്രാസംഗികനാണ്. എല്ലാ സഭകളിലും ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാനൊക്കെ ക്ഷണിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയൊക്കെ നമ്മൾ മാനിച്ച് സേവിച്ച് വിടണം. അതിന് ഇടവുണ്ടാക്കിയ നമ്മുടെ ജേക്കബ് സാറ് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൂടെ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നടത്തി നമ്മളൊക്കെ ഒരു കൈതാങ്ങൽ തരുന്ന ഒരു പാസ്റ്ററാണ്. അത് എല്ലാം ഞങ്ങൾ ആദ്യമായിട്ടിട്ടത് ഞങ്ങളെ അറിയിച്ചുകൊള്ളുന്നു, നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ നാമത്തിൽ ആരും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അവർക്ക് നന്മ കിട്ടുമെന്നാ പറയുന്നത്. ഒരാളെ ഒരു രീതിയിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവന്നാൽ അത്രയും നന്മ അദ്ദേഹത്തിന് കിട്ടും. അത് അതുപോലെ നമ്മളിവിടെ വന്നിരുന്നിട്ട് നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ അവൻ നമ്മളെ കൈവിടുകയില്ല, അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഒരു 10-15 മിനിറ്റ് നേരം ഞാൻ സംസാരിച്ചോട്ടെ. ലൂക്കോസ് 13-18 മുതൽ. ലൂക്കോസ് 13-18 മുതൽ. ലൂക്കോസ് 13-18. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഏതിനോട് സദൃശ്യം, ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു? ഒരു മനുഷ്യൻ എടുത്ത് തന്റെ തോട്ടത്തിൽ ഇട്ട കഴുകുമണിയോട് അത് സദൃശ്യം. അത് വളർന്ന വൃക്ഷമായി ആകാശത്തെ പക്ഷികളും വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു? അത് പുളിച്ച മാവിനോട് തുല്യം. അത് ഒരു സ്ത്രീ എടുത്തു 3 പറ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ച് എന്ന് പറഞ്ഞു. നമുക്ക് പറയേണ്ടതാണ് ദൈവരാജ്യം എന്താണ്? ഇതിന്റെ മുകളിൽ എത്രയോ ആൾക്കാർക്ക് നന്മയും കൊടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് യേശുവിനോട് നേരെ ചോദിക്കുന്ന ചോദ്യമാണ്. എന്ന് വെച്ചാൽ അത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ ഈ കഷ്ടാനുഭവ ആഴ്ചകളിലാണ് ഇതെല്ലാം കൂടുതൽ നടക്കുന്നത്. ആ നടക്കുന്ന സമയത്ത് ദിവ്യതയോടുകൂടി ആയിരുന്നിട്ടും ദൈവത്തിൽ നിന്നുള്ള ശക്തിയെ പ്രാപിച്ച് അവൻ നമ്മളെ രക്ഷിപ്പാൻ ഇറങ്ങിയ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതിനൊരു വില കൊടുത്ത് നമ്മൾ നിൽക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോയാൽ നമുക്ക് വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളുമാണ് ഈ ചില വാക്യങ്ങളിൽ പറയുന്നത്. ദൈവത്തോട് തന്നെ അവർ ചോദിച്ചതാണ്. എന്താണ്? പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഏതിനോട് സദൃശ്യം,
ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു? ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു? പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു? ഒരു മനുഷ്യനെടുത്ത് തന്റെ തോട്ടത്തിൽ ഇട്ട കടുകുമണിയോട് അത് സദൃശം. അത് വളർന്ന് വൃക്ഷമായി, ആകാശത്തെ പക്ഷികളും വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു? അത് പുളിച്ച മാവിനോട് തുല്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു. അവൻ സ്വർഗരാജ്യത്തെ പറ്റി ഇപ്പം പറഞ്ഞെല്ലാം നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതാണ് ഉദ്ദേശിക്കില്ലേ? എന്താണ് സ്വർഗരാജ്യം? സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിച്ച് സ്വർഗത്തെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ജനത്തിലുള്ള സ്ഥലമാണ് സ്വർഗരാജ്യം. അതിപ്പം സ്വർഗത്തിലാവണമെന്നില്ല. ഈ ഭൂമിയിൽ നമുക്ക് ഒരുക്കി തരാൻ കഴിവുള്ളവനാണ്. ഈ ഭൂമിയെ നിർമ്മിച്ച നമ്മുടെ ദൈവത്തോടാണ് ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് ജീവിച്ച ആ മനുഷ്യർക്ക് അന്ന് ആ സമയത്ത് പോലും ഒരു ചിന്തയില്ലാതെ നടന്ന ഒരു കൂട്ടം ജനം ദൈവം അവരെ വഴി നടത്തി. അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ടും ആ ഒരു ചിന്തയിലേക്ക് വരാതെയോ സ്വന്തം ഇഷ്ടത്തിന് നടന്ന ജനത്തോടുകൂടിയാണ് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചാൽ, ഈ വെറും കടുകുമണിക്ക് തുല്യമായ മനുഷ്യരായ നമ്മളെ അവനെടുത്ത് അവന്റെ തോട്ടത്തിൽ സൂക്ഷിച്ചു വെച്ച് ക്ലിപ്പിച്ച് വേണ്ട വെള്ളവും വളവും എല്ലാം തന്ന് നമ്മളെ വളർത്തി അന്തരിച്ച് നിൽക്കുവാണ് ഇപ്പൊ ഇവിടെ. ആ കാണുന്ന കഷ്ടത അത്യാവശ്യം ചിലർക്കൊക്കെ കണ്ടേക്കുമായിരിക്കും. അതുകൊണ്ട് മാറ്റിയെടുക്കാം. ഈ കഷ്ടതയിൽ നിന്നെല്ലാം ഈ കടുകുമണി വളർന്നു വന്നപ്പോൾ അതിനൊരു ചുമ്മാ തന്നെ വളർന്നതാണോ? അവന് വേണ്ട ആ വളവും അവന് വേണ്ട മഴയും എല്ലാം കൊടുത്തി ദൈവം വളർത്തി. ആ വളർത്തിയ രീതിയിലെല്ലാം കഷ്ടത നമ്മുടെ ദൈവം അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് വളർന്ന് പന്തലിച്ചിട്ട് ആകാശത്തിലെ പക്ഷികൾ അതിൽ വന്നിരുന്ന് സുഖിക്കാൻ തുടങ്ങി. സുഖിച്ചു, കഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ക്ഷീണമുള്ളതിന് അവിടെ ഒന്നിരിക്കാനോ അല്പം മഴ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയ്ക്കിൽ ഒന്ന് കയറിയിരിക്കാനോ ഒക്കെ ഒരു രക്ഷ കിട്ടി. അതോടൊപ്പം അതിന്റെ ചുവട്ടിലും ആവശ്യത്തിനുള്ള മൃഗങ്ങൾ വന്നു. അതിനെല്ലാം പോറ്റി വളർത്താൻ കഴിവുള്ളവനായ ദൈവം അതിന് ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കടുകുമണിയെ കൂടെ അവിടെ നട്ടതെന്ന് ഓർമ്മ വേണം. അല്ല യേശുവിനെ കടുകുമണി നട്ടുകൊണ്ട് നടക്കാനല്ല. പക്ഷെ അതിനൊരു ഉദാഹരണമായിട്ട് അത് കാണിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ഇന്ന് വെറും കടുകുമണി പോലെ ആയിരുന്ന നമ്മളെ ജാതികളെല്ലാം തള്ളിക്കളഞ്ഞിട്ട് അവിടെ വന്ന് നമ്മളെ രക്ഷിച്ച് ജീവൻ മരമാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സഹശിഷ്ടങ്ങളെ സ്നേഹത്തോടു കൂടി അവന്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തി, ദൈവം എനിക്കിത് തന്നു, അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ വന്നാൽ നിങ്ങൾക്ക് നന്മ കിട്ടും എന്ന് വിളിച്ചു പറയാൻ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നതാണിത്. നമ്മൾ ആ ഉദാഹരണത്തിന് വില കൊടുക്കുന്നുണ്ടോ? ആ ഒരു വാക്യങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ടോ? അതോ നമ്മൾ കണ്ടു, കഴുത് അതിനെന്നാ ഇത്ര പ്രത്യേകത, അതിങ്ങനെ വളരും, അതിങ്ങനെ വരും, ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ പറയാം, അതിനെന്താ ഇത്ര കാര്യം? പക്ഷെ ഇതിനകത്തെല്ലാം ദൈവം നട്ടിട്ടുള്ള ഓരോ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എല്ലാം അതിൻ്റെതായ വ്യക്തിത്വം കൊടുത്തിട്ടാണ് ദൈവം അവർക്കൊരു ജന്മം തന്നിരിക്കുന്നത്. ആ ജന്മം ഉണങ്ങിപ്പോകാനോ കരിഞ്ഞു പോകാനോ വെള്ളത്തിൽ താണു പോകാനോ ഉള്ളതല്ല. അതിനെ താട്ടമെടുത്ത് അതിനാവശ്യത്തിനുള്ള വെള്ളം കൊടുത്ത് അതിനെ വളർത്തി പന്തലിച്ചുകൊണ്ടുവന്നത് എന്തിനാണ്? ഈ മൃഗങ്ങൾക്കും ഈ പക്ഷികൾക്കും ഒരു ആശ്രയത്തിനാണ്. ഇന്ന് നമ്മളെയും ഇതുപോലെ വെറും കടുകുമണി പോലെ ഇരുന്ന നമ്മളെ എന്തിനിങ്ങനെ ഇവിടെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? നമ്മളെല്ലാം ഭക്തിയുടെ നിറവിലാണ് ഇവിടെ വന്നത് അല്ല, പക്ഷേ ഭക്തി നമ്മൾ കണ്ടെടുക്കാൻ നമുക്ക് പറ്റി. അതിനൊരു അവസരം ദൈവം തന്നിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ആ ദൈവത്തെ നമ്മൾ മാനിക്കണം. മാനിക്കാതെ പോയാലുള്ള കഥയൊക്കെ പിന്നെ പറയാം. അത് ഇതിന്റെ കൂട്ടത്തിലുണ്ട്. ദൈവം സ്നേഹത്തോടുകൂടി പറയുന്നുണ്ട്, ദൈവത്തെ പേരെ സൗഖ്യമാക്കി. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്താണ് ശിഷ്യന്മാരും അടുത്തുള്ളവരും എല്ലാം പ്രവാചകന്മാരും ഒക്കെ ചോദിച്ചത്, ദൈവരാജ്യം എങ്ങനെ ഇരിക്കും, നല്ലതാണോ, എന്നൊക്കെ ഒന്ന് കാണണം.
ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞവനായ ദൈവമാണ് ഇത് കാണിച്ചു കൊടുത്തത്. ഇതിന്റെ സാഹസ്യത്തിന്റെ ശക്തിയും പ്രതാപവും ഒക്കെ കണ്ട് അതിനെ നോക്കി നിൽക്കാനല്ല. അവൻ ചെയ്യേണ്ടത് എന്താണ്? അവന്റെ നന്മ ആ ചുറ്റിനുമുള്ള പക്ഷികൾക്കും ആകാശത്തിലെ പറവകൾക്കും തന്നെ ഒരു ക്ഷേമം കൊടുക്കുന്നു. ഇതുപോലെ ഇന്ന് നമ്മളെ തെരഞ്ഞെടുത്ത് ഒരു കടുകുമണി പോലെ ആയിരുന്ന, ഒന്നിനും കൊള്ളില്ലാത്തതായിരുന്ന നമ്മളെ എടുത്ത് അവനൊരു തടവുണ്ടാക്കി അതിലിട്ട് നനച്ച് പന്തലിച്ച് ഇവിടെ നിർത്തിയെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ചുറ്റിനും കഷ്ടത അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ആ ജനത്തെ വിളിച്ചു പറയുക, സ്വർഗരാജ്യം ഇവിടെ ഉണ്ട്, സ്വർഗരാജ്യം ഇവിടെ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. നിങ്ങൾ അതിൽ വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കാം, നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു മാറുതി ഉണ്ടാകും, രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഒരു സുവിശേഷം നടത്തുകയാണ് വേണ്ടത്. ആ സുവിശേഷത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് വലിയ ഒരു കൺവെൻഷൻ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ആൾക്കൂട്ടമോ ആൾപ്പെരുപ്പോ ഒന്നുമില്ല, നമ്മൾ കുറച്ചാൾക്കാരെ ഉള്ളെങ്കിലും ആ കുറവുള്ളവരിലൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അതനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ താഴ്ന്നിട്ട് അവൻ പറയുന്നതനുസരിച്ച് ജീവിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായ ലക്ഷ്യം. നമ്മൾ അത് ചെയ്യുന്നുണ്ടോ അതോ ചെയ്യുന്നില്ലയോ? ഇതൊക്കെ ഇനി എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ, അവരെല്ലാം വളർന്നു പഠിച്ചു ഉദ്യോഗസ്ഥരൊക്കെ ആയി എല്ലാം മാന്യമായ രീതിയിൽ ജീവിക്കുന്നുണ്ട്. എന്നും ആ വൃക്ഷം പോലെ തളർത്ത് നിൽക്കുക. പക്ഷേ അതിന്റെ കീഴിൽ എത്ര പേര് വസിക്കുന്നുണ്ട്, എത്ര പേര് വസിക്കുന്നുണ്ട് എന്നൊരു ചിന്ത വേണം. ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരെ എങ്ങനെയെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക, ദൈവരാജ്യത്തിലേക്ക് അവരെ മാറ്റുക. അതാണ് സ്വർഗരാജ്യം. നമ്മളെല്ലാം സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ മഹിമമാളിയാണ്, അതിനകത്ത് എല്ലാം കണ്ടാണ് ഇരിക്കുന്നത്. ആയിക്കോട്ടെ, അല്ലായിക്കോട്ടെ, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാം, ദൈവത്തെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവർക്ക് നന്മ എന്നൊരു ജീവിതം കിട്ടും. ആ നന്മ എന്നുള്ള ജീവിതമാണ് സ്വർഗരാജ്യം. നമുക്കത് പ്രാപിക്കാൻ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താഴെ ഇറങ്ങി വന്ന് എല്ലാ കഷ്ടതകളും സങ്കടങ്ങളും അനുഭവിച്ച് നമുക്ക് നന്മ തന്നെങ്കിൽ ആ നന്മയെ നമ്മൾ മാനിക്കുക. ആ നന്മയോട് കൂടി ചേർന്ന് നമ്മൾ സഹശിഷ്ടങ്ങളെ സ്നേഹിക്കുക. അവരെ എത്രയും വേഗം നമ്മുടെ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുക. അടുത്തത് 13:20. പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു എന്ന് ഉപമിക്കേണ്ടു, അത് പുളിച്ച മാവിനോട് തുല്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുമ്പോഴും അടക്കി വെച്ചു എന്ന് പറഞ്ഞു. സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുമ്പോഴും അടക്കി വെച്ചു എന്ന് പറഞ്ഞു. നിസ്സാരമായ കാര്യങ്ങളും കേട്ടിട്ടുള്ളതും ഞാൻ മനസ്സിലാവുന്നതുമായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ നമ്മൾ കേൾക്കുന്നെന്താണ്? നമ്മൾ അപ്പച്ചൂടാനും ഒക്കെ മാവ് കഴിച്ചു വെക്കുന്നു. ആ കഴിക്കാത്ത മാവിട്ടൊരു അപ്പം ചുറ്റാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതിനെന്ത് ചെയ്യുന്നു? പുളിച്ച മാവ് തരുന്നു. ആ പുളിച്ച മാവിനെ കൊണ്ട് അത് മുഴുവൻ പുളിപ്പിച്ചെടുക്കുക. അതായത് ഒരു നല്ല പരിശുദ്ധാത്മ നിറവുള്ള ഒരു മനുഷ്യൻ ആ പുളിച്ച മാവിനെ പോലെ ആകുക. അതിനുള്ള കൂട്ടത്തിലേക്കൊന്ന് ഇറങ്ങിയിട്ട് അതിൽ നിന്നുള്ളതിനെല്ലാം പുളിപ്പിച്ചിട്ട് ദൈവത്തിൽ ആശ്രയം കണ്ടുപിടിക്കാൻ പഠിപ്പിക്കണം. അതാണ് ഇന്നത്തെ ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൽ നമ്മൾ മെനക്കെടാതെ ഒന്നും നടത്തില്ല. നമ്മൾ അതിനോട് സഹവസിക്കാതെ നമ്മുടെ ഒരു കാര്യത്തിനും വിടുതൽ കിട്ടുകയില്ല. എന്നിട്ട് അയ്യം വിളിച്ച് കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? അയ്യം വിളിച്ച് കരയുക. ഞാൻ ഇത്രയും നാൾ നടന്നു, എനിക്ക് എന്ത് കിട്ടി, എനിക്ക് എന്ത് നന്മ കിട്ടി? ഇത് പറയുന്നത് ദൈവത്തെ ശപിക്കുവാണോ ദൈവത്തെ സ്നേഹിക്കുവാണോ? അവൻ നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ ഓർത്താൻ എത്ര അതിശയമാണ്. നമുക്ക് പാടി സ്തുതിപ്പാൻ എന്തെല്ലാം ഉണ്ട്, ദൈവത്തെ അനുഗ്രഹിച്ച് പറയുവാൻ എന്തെല്ലാം വാക്കുകളുണ്ട്. പക്ഷേ അതിൽ കുറെ കുളിച്ച മാവിനെ പുളിപ്പിച്ചു പോയി. അതെന്തിനെ ഒത്തിരിയും വാചകങ്ങൾ കേൾക്കുന്നു. പക്ഷെ നമ്മൾ അതിൽ ഒരു നല്ല ചിന്ത ഒന്ന് മനസ്സിലാക്കിയാൽ മതി.
പുളിച്ച മാവ് നമുക്ക് നന്മയുള്ളതാണ്. ആ നന്മയുള്ളതിന് വേണ്ടിയിട്ട് ആ പുളിച്ച മാവ് അതിനകത്ത് ചേർത്തു. ആ എല്ലാം പൊളിച്ച് കിട്ടി. നമുക്ക് പിറ്റേ ദിവസം നല്ല ഒന്നാം തരം അപ്പം കിട്ടിയില്ല. ഇത് പറഞ്ഞതുപോലെ ഓരോരു ഭ്രാന്തനാന്ന് പറയുന്ന പാസ്റ്ററും ഒരു ഉപദേശി ഓടി നടന്നെങ്കിൽ ഈ ലോകത്തെ പുളിപ്പിച്ചെടുക്കണം. പുളിപ്പിച്ചെടുത്തിട്ടാണ് ദൈവസന്നിധി അവർ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് ഒരു കൂട്ടം ജനം, 3 പറയുന്നതല്ല, ഒരു കൂട്ടം ജനത്തെ ഈ പുളിപ്പുള്ളവരാക്കി തീർക്കണം. എങ്ങനെ പുളിപ്പ്? ദൈവത്തിലുള്ള ഏജുള്ളവരായി തീരണം. ദൈവത്തിൽ ഉള്ള മനുഷ്യനാണോ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ നന്മയുള്ളതായിരിക്കും. ആ പൊളിച്ച അപ്പം രുചിയുള്ളതായിരിക്കും. അതെല്ലാം പറഞ്ഞ് ഇത്രയേ നിസ്സാരമായിട്ടും ഇത്രയേ ചെറിയ ചെറിയ ഉപമകളാലും പറഞ്ഞിട്ടും ഈ യഹൂദാജനം രക്ഷപ്പെടാതെ വീണ്ടും അവനെ കുരിശിച്ചു. ഈ നാട്യത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നിന്റെ വാചകമൊക്കെ അവിടെ നിർത്തട്ട്, ഞങ്ങൾക്ക് രക്ഷ തരാക്കിത്തോ, ഞങ്ങൾ ഇതിനാ വന്നത്, രക്ഷ തേടാനാണ് വന്നത്, രക്ഷ തരണി തന്നു, ഞങ്ങൾ മേടിച്ചോണ്ട് പോകോളാം. അല്ല എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ, എൻ്റെ ദൈവമേ, എന്നിൽ വന്നു പോയ തെറ്റുകളെല്ലാം ക്ഷമിച്ചിട്ട് എനിക്കൊരു നന്മ കിട്ടണമേ എന്നുള്ള മനസ്സോടുകൂടി, മനസ്സുരുക്കത്തോടുകൂടി ഇരുന്നാൽ നിശ്ചയമായും ദൈവം നമ്മളെ രക്ഷിക്കും. ദൈവം നമുക്ക് ആവശ്യമായ കൃപകൾ തരും. അവന്റെ കൃപകൾ ലഭിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിന് തുല്യമാകുന്നത്. അങ്ങനെയാണ് നമ്മൾ സ്വർഗരാജ്യം വളർത്തേണ്ടത്. അല്ലാതെ ഞാൻ എനിക്കുള്ളതെല്ലാം നന്ദിയോടെ അവന്റെ മുന്നിൽ വാഴ്ത്തി വണങ്ങി നമ്മൾ ഇരിക്കണം. ഇരിക്കുമ്പോൾ ദൈവരാജ്യം താനെ അവിടെ ഉണ്ടാകും. ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിക്കാൻ കഴിവുള്ളവനായ ദൈവത്തിന്റെ മുന്നിലാണ് നമ്മൾ ഈ വളരെയും വക്രതയും കാണിക്കുന്നത്. എന്നെങ്കിലും നമ്മുടെ തെറ്റുകളെ ഒന്ന് തിരുത്തിയിട്ട് അവന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന സൽപ്രവർത്തികൾ ചെയ്ത് ദൈവരാജ്യം വളർത്തുക എന്നുള്ളതാണ്. ഈ വളർത്താതെ പോകുന്ന ചില ചെടികളൊക്കെ ഉണ്ടല്ലോ, ദൈവം വളർത്തിയ ചെടി, അത് നീ ഇവിടെ പറയുന്നില്ലേ? സങ്കീർത്തനങ്ങൾ 87 മുതൽ. സങ്കീർത്തനങ്ങൾ 87 വാക്യം മുതൽ. സങ്കീർത്തനങ്ങൾ 87. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിന് തടമെടുത്ത് അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചിന്തികളെ നദി വരെയും ഈട്ടിയിരുന്നു. സംഗീതം 89. നീ അതിന് തടമെടുത്ത് അത് വേരൂന്നി ദേശത്ത് പടർന്നു. മുന്തിരിവള്ളി നട്ടുണ്ടാക്കിയ കഥയാണ് ഇവിടെ പറയുന്നത്. ദൈവം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുന്തിരിവള്ളി കൊടുത്തു, അത് നട്ടു. പക്ഷെ അവന്റെ പോക്കാണ് ഇവിടെ പറയുന്നത്. അവന്റെ പോക്കെന്താണ്? ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിന് തടവെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അവൻ എല്ലാം വിട്ടു, തടവെടുത്തു, വളവിട്ടു, വളർത്തി, വെള്ളം കൊടുത്തു, എല്ലാം ചെയ്തു. അതാ നാട് മുഴുവൻ പടർന്ന് പന്തലിച്ചു. ഇന്ന് നമ്മുടെ ഗതിയിലൊക്കെ തന്നെ നന്മ കിട്ടി, ദൈവത്തോടൊന്ന് കരഞ്ഞു, ദൈവം നന്മ ചെയ്തു, നമ്മളെ വളർത്തിയിട്ട് എന്തായെന്ന് പർവ്വതത്തെ പോലും മൂടിക്കളയാൻ അവന്റെ ഇതളുകൾ, അതിന്റെ ശിഖരങ്ങൾ ശക്തി പ്രാപിച്ചു. അല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായതായിട്ട് അവിടെ കാണുന്നില്ല. ഇന്ന് നമ്മളും ഇതുപോലെ ഒരു മുന്തിരിവള്ളിയും ഒരു കടുകുമണിയുമായിരുന്ന നമ്മളെ ഇന്നിവിടെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് എന്ത് കിട്ടി, ഞാൻ എന്തിനായി ഇങ്ങനെ നിൽക്കുന്നത്, ഞാൻ എന്തിനായി കഷ്ടതകളെല്ലാം അനുഭവിക്കുന്നതെന്ന് ദൈവത്തോട് ചോദിക്കുന്ന പുള്ളികളാണ്.
പിന്നെ മനുഷ്യനോട് പറയണം. അതിനാരെങ്കിലും ഇത് ഇറങ്ങിയോ അവരുടെ കൈ പിടിച്ച് കുതിക്കുക, അവർക്ക് അവരോട് ദോഷം പറയുക. ഇതൊക്കെ എന്നാണ് ഇനി നമ്മൾ മാറ്റുന്നത്? നമ്മൾ നമ്മുടെ ജീവനെ നന്മയിലേക്ക് കൊണ്ടുവരികയല്ലാതെ ദൈവരാജ്യം വളർത്താൻ പറ്റുകയില്ല. നമ്മൾ ദൈവരാജ്യം വളർത്തണമെങ്കിൽ അവന്റെ വാക്കുകൾക്ക് വില കൊടുത്ത് അവന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട്, എന്റെ ദൈവമേ എന്നെ നീ ഒന്ന് രക്ഷിക്കണമേ, പലവിധ പ്രശ്നങ്ങൾ എനിക്കുണ്ട്, പലവിധ ഭാരങ്ങൾ എനിക്കുണ്ട്, അതിൽ നിന്നെല്ലാം നീ ഇന്നേവരെ എന്നെ കാത്തു, എങ്കിലും ഞാൻ ദോഷമായി പലതും ചെയ്തു പോയി കർത്താവേ, എന്നോടൊന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു നോക്കി നമുക്ക് രക്ഷ കിട്ടും. കിട്ടാത്തവർക്ക് വരുന്ന ഗതി ഇവിടെ പറയുന്നുണ്ട്. നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു, അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുകൾ പോലെയും ആയിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേരുകളെ പൊളിച്ചു കളഞ്ഞത് എന്ത്? പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനൊരു വേര് നേരത്തെ ഉണ്ടായിരുന്നല്ലേ എന്റെ അർത്ഥം. അവൻ വേര് കെട്ടി നമ്മളെ സൂക്ഷിച്ച ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ വചനങ്ങൾക്ക് വില കൊടുക്കാതെയും നമ്മൾ അതിനെക്കാട്ടിൽ വലുതാകാൻ നോക്കിയപ്പോഴാണ് ഈ സംഭവിച്ചതില്ല. മതിലുകളും മലകളും എല്ലാം നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ അവൻ വളർന്നു. മതിലുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ മഴയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുകയാണല്ല. കാറ്റൊക്കെ പോയെങ്കിൽ മഴ പെയ്യുള്ളൂ. പറഞ്ഞാൽ ആവശ്യത്തിനുള്ളത് ആവശ്യമില്ലാത്ത പ്രവൃത്തി ചെയ്ത് നാടിന് ദോഷം ചെയ്ത് ജീവിക്കുന്ന ജനമേ, അങ്ങനെയുള്ള മുന്തിരിവള്ളിയാണോ നമ്മൾ? ആണെങ്കിൽ ദൈവം ഇത് എത്ര നാൾ കാണും, എത്ര നാൾ കേൾക്കും, എത്ര നാൾ നിന്നെ സഹിക്കും? പിന്നെ കഷ്ടത അവന്റെ വേര് പൊളിച്ചു കളയും. വേര് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സംരക്ഷണം. ദൈവത്തിന്റെ സംരക്ഷണം തീർന്നു പോയാൽ പിന്നെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇന്നേ വരെ കാത്തവനായ ദൈവം നമ്മളെ ഒന്ന് കൈവിട്ടാൽ ഇന്ന് നമുക്ക് എന്താണ് പ്രയോജനം? നമ്മളെങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? നമ്മളെ രക്ഷപ്പെടാനാണോ ഇവിടെ വന്നത്? എങ്കിൽ നമ്മൾ രക്ഷപ്പെടണം. അതിനു വേണ്ട മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ഈ രണ്ട് ഉദാഹരണം ഇവിടെ കാണിക്കുന്നു. ഒന്ന്, പക്ഷികളെല്ലാം വളർത്താൻ സഹായിക്കുന്നു, അതിൻ്റെ അടിയിൽ മൃഗങ്ങളും ഒക്കെ കഴിയുന്നു. ഇതിനെ പലരും പല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ പോലെ ഞാൻ പറയുന്നു, അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ വിശ്വസിക്കുക. അല്ലാതെ ഞാൻ ആരോടും ഇന്ന് എതിരായിട്ടോ ആരോടും ഒരു പിണക്കത്തിലോ അല്ല പറയുന്നത്. നമുക്ക് വേണ്ടിയത് ദൈവത്തെ ആരാധിക്കുക. ദൈവത്തിന്റെ സ്നേഹം വിട്ടുള്ള ഒരു ജീവിതം ഈ ലോകത്തിൽ നമുക്ക് നടക്കില്ല. നമ്മുടെ തോന്നലാണ്, നമുക്കെല്ലാം ഉണ്ട്, നമ്മൾ സർവജ്ഞ പീഠം കയറിയിരിക്കുകയാണ്, നമുക്കെല്ലാം ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ള ആ ചിന്ത എന്ന് മാറുന്നോ അന്ന് മാത്രമേ നമ്മുടെ ജീവിതം ദൈവഹിതം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതൊന്നും വകവെക്കാതെ ആരാണ് യേശു ചെയ്യാനോ ഇതൊന്നും കേട്ട് പിന്മാറാനോ ഇതൊക്കെ കേട്ട് മടുത്തു പോകാനോ ഉള്ളവരല്ല ക്രിസ്തീയ ജീവിതം. വിഷമങ്ങളും ഭാരങ്ങളും പലതും ഉണ്ടാകാം. പക്ഷേ ദൈവ സഹായമുള്ള നമ്മളോ ദീർഘായുസോടുകൂടി ജീവിക്കും. ദീർഘമായ കാര്യങ്ങളിൽ നമുക്ക് പ്രയോജനം കിട്ടും. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജീവിത ശൈലികൾ, ഈ ജീവിതത്തിലെ ധന്യത, ഇതെല്ലാം നമുക്ക് നന്മയ്ക്കായി തീർക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ദൈവത്തെ തന്നെ നിന്ദിച്ചാൽ കഥ എന്താണ്? അതാണ് ഇവിടെ കാണുന്നത്. സമുദ്രത്തിലുള്ള വെള്ളമെല്ലാം കുടിച്ചാൽ വേർത്തു, മലയെല്ലാം മൂടി വെച്ചു, മലയൊക്കെ ഉണ്ടെങ്കിലെല്ലാം മഴ പെയ്യുള്ളൂ. കാറ്റ് വന്നടിച്ചു, മഴ പെയ്യുന്നു, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. അതുപോലെ കിട്ടാൻ പാടില്ലാത്ത രീതിയിൽ ഈ ജനം അതിനെ നശിപ്പിച്ചു. ഈ മുന്തിരിവള്ളി ഈ ജനത്തെ നശിപ്പിച്ചു. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നശിപ്പിക്കുകയല്ല, നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ദൈവസ്നേഹം വളർത്തുകയാണ്. ആ ദൈവ സ്നേഹം വളർന്നാൽ നമുക്കും പ്രയോജനം ഉണ്ടാകും, നമ്മുടെ ചുറ്റുമുള്ളവർക്കും പ്രയോജനം ഉണ്ടാകും. നമ്മൾ സമുദായത്തിന്റെ മധ്യത്തിൽ നമ്മൾ അപമാനിതരാകുകയില്ല. ഇല്ലെങ്കിൽ നിന്നെ പറഞ്ഞ് മാന്തിക്കളയും, നിന്റെ വേര് പൊളിച്ചു കളയും. നീ കൊമ്പുകളെ സമുദ്രം വരെയും
ചിന്തകളെ നദിവഴി തീറ്റിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പരിപാൻ തക്കവണ്ണം നീ അതിന്റെ വേദികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനെ മാറ്റിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്നു കളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരയണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. ഈ പറയുന്ന കാട്ടുജാതികളുടെ ഇടയിൽ ജീവിച്ച് നമ്മൾ ദൈവത്തിന്റെ മക്കളായിരുന്നോ? അവന്റെ സ്നേഹം കൊണ്ട് നമ്മളെ ചേർത്തെടുത്തതാണ്. ചരിത്രത്തിൽ പറയുന്നതനുസരിച്ച് നിവാസികളാണ് യഹോവയുടെ മക്കൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും ഇന്നേ വരെ ഒരു സ്ഥിരീകരണ കാര്യങ്ങളോ ഒന്നും പറയാൻ ഞാനല്ല. പക്ഷേ നമുക്കൊരു കാര്യം പറയാം, നമ്മുടെ ജീവിതം നന്മയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ താഴുക. അതിനനുസരിച്ച് വേണ്ട എല്ലാ ഉദാഹരണങ്ങളും എല്ലാ ന്യായവും നീതിയും ഈ ബുക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ വായിച്ച് സമയം കളയുവാനല്ല, ആ വായിച്ച് അതിൻ്റെ അർത്ഥത്തിൽ നമ്മൾ ഗ്രഹിച്ചാൽ നിത്യമായ സന്തോഷം നമുക്കുണ്ടാകും. അതാണ് സ്വർഗരാജ്യം എന്നാണ് ദൈവത്തോട് പറഞ്ഞത്. നിങ്ങൾ മാന്യമായി ജീവിച്ചാൽ അതാണ് സ്വർഗരാജ്യം. നിങ്ങൾ പരസ്പര സ്നേഹത്തോട് ജീവിച്ചാൽ അതാണ് സ്വർഗരാജ്യം. ആ മേളിലുള്ള സ്വർഗരാജ്യത്തിൽ ഇതൊക്കെ തന്നെയാണ്. കാലത്തോട് വൈകുന്നേരം വരെ അടി പാടി സ്തുതിച്ചും ദൈവം തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരംശമെങ്കിലും നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ സ്വർഗം കാണാം. ഈ ഭൂമിയിൽ നമുക്ക് സ്വർഗം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ മറ്റുള്ളവരെ പഴി പറഞ്ഞ് ജീവിക്കാനല്ല, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിക്കാനുള്ളല്ലോ. ആരെങ്കിലും എങ്ങനെയും ബൈബിൾ കൊണ്ടൊന്ന് ഇറങ്ങിപ്പോയോ, പിന്നെ അതിന്റെ പുറത്താണ് ഉപദ്രവം. എവിടെ വരെ നിങ്ങൾ ചെയ്യും? നിന്റെ ചുറ്റിനുമുള്ള വേലി പൊളിഞ്ഞു പോകാൻ അധിക സമയമില്ലാന്ന് നിങ്ങളൊന്ന് തന്നെ ഓർത്താൽ അത്രയും നന്നായിരിക്കും. എല്ലാ ജീവിതത്തിൽ വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ട്. വിഷമങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിലും അതിനെല്ലാം ജയിച്ചവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് കൂടെ എന്ന് പറയുന്നത് ഈ ആ മുന്തിരിവള്ളിയെയും ആ കടുകുമരത്തെയും ഒക്കെ ഒന്ന് നോക്കി പഠിക്കും. ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നീ നന്നായിക്കോളും. അതാണ് സ്വർഗരാജ്യം. അതിലെ നന്മയാണ് സ്വർഗരാജ്യം. എന്തുകൊണ്ട് നമുക്കും ഇതുപോലൊരു സ്വർഗരാജ്യം ഈ ഭൂമിയിൽ പണിതുകൂടാ? അങ്ങനെ പണിയുന്നവനെ നമ്മുടെ ദൈവം മാനിക്കും. ആ ദൈവം മാനിച്ചാൽ നമ്മൾ ദീർഘായുസോടുകൂടി സൗഖ്യത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച് മറ്റുള്ള ജാതികൾക്ക് നമ്മൾ ഉദാഹരണമായി തീരും. ഇല്ലെങ്കിൽ നിന്നയ്ക്കാക്കി തീർത്തുകളയും. അതിന് നമ്മുടെ ദൈവം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിൽ ഒരു ഭയവും പേടിയും വെച്ച് ജീവിച്ച് അവനെ വാഴ്ത്തി സ്തുതിച്ച് ജീവിച്ച് നമ്മൾ നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുക. ഇതത്രയേ നമ്മൾ ഇന്ന് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്വന്തം മനസ്സോടുകൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിട്ട്, എന്റെ ദൈവമേ, നീ എന്നെ രക്ഷിക്കണം കർത്താവേ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല കർത്താവേ, നിന്റെ കൃപയില്ലാതെ ഒരു നിമിഷം പോലും എനിക്കൂടെ കഴിയാൻ പറ്റില്ല കർത്താവേ. ശത്രുവിന്റെ ഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും, ശത്രു കയറിയ ഉപദ്രവത്തിന് വരുന്ന ഈ സമയത്തും കർത്താവേ, നിന്റെ ബലം കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നല്ലോ, നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നല്ലോ. ഏത് സമയത്തും പറഞ്ഞ് അവനെ വാഴ്ത്തിയും പുകഴ്ത്തിയും നടക്കുക. അതത്രേ സ്വർഗരാജ്യം എന്നാണ് ദൈവത്തോട് പറയുന്നത്. അല്ലാതെ ഈ മാവ് എങ്ങനെ ഉണ്ടായി, എന്തിനു മാവിനെ പുളിപ്പിച്ചു, അതെങ്ങനെയാണോ കാണേണ്ടത്? പിന്നെ പറയും ആ മരത്തിന്റെ മണ്ടയ്ക്ക് കിളികൾ വന്നിരുന്നു, കിളി ശുദ്ധരക്കളാണ് എന്തെല്ലാം പറയുന്നുണ്ട്. നമ്മൾ അതെല്ലാം കേട്ടു കഴിഞ്ഞു, അത് പോകട്ടെ. പക്ഷെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാം, എൻ്റെ യേശു ഇതിനെല്ലാം നിയന്ത്രിക്കുന്നവരാണ്. എൻ്റെ യേശു ഇതെല്ലാം നിയന്ത്രിച്ച് എനിക്ക് എന്നെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. അവനെല്ലാം എനിക്ക് വേറൊരു ദൈവമില്ല എന്നുള്ളൊരു വിശ്വാസം തൻ്റെ ഇടത്തോടുകൂടി ധൈര്യത്തോടും പറയാൻ നിൽക്കുകയാണോ ഈ ദൈവരാജ്യത്തുള്ളതാണ്. അല്ലാതെ പിന്നെ ഇതിനകത്തിനോട് പറഞ്ഞിട്ടുണ്ട് സമയം കൊടുക്കേണ്ടതാണ്. എല്ലാം നടത്തി ഞാൻ വലിയ ആളായി നടക്കുന്നു. അണവാളം വന്ന മണിയറയിലോട് കയറുന്ന സമയത്ത് എന്നെ ഞങ്ങളെ അറിയുന്നില്ലയോ കർത്താവേ എന്നൊക്കെ ചോദിച്ച് പറയുന്ന നടത്തും. ഞാൻ വെറുതെ പറയുന്ന വാക്യങ്ങളാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ദൈവം പറയുന്ന എന്താണ്? നിങ്ങൾ ആരാ? നിങ്ങളെ ഞാൻ അറിയുന്നില്ല.
നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്, സ്വർഗരാജ്യത്തിലെ ആളാണെന്ന് അറിഞ്ഞിരിക്കുമ്പോഴും ദൈവം വന്ന് മണവാട്ടിമാരെ ചേർക്കുന്ന സമയത്ത് നിങ്ങളെ ഞാൻ അറിയുന്നില്ല, നിങ്ങൾ ആരാണ്? അയ്യോ, ഞങ്ങൾ ഒന്നിച്ച് ആഹാരം കഴിച്ചാണല്ലോ കർത്താവേ, ഞങ്ങളിവിടെ പന്തിയിലിരുന്നതാണല്ലോ. ഏത് പന്തിയിലിരുന്നാലും ദൈവവിശ്വാസം നിന്നിലില്ലെങ്കിൽ നിന്നൊരു പ്രവൃത്തികളും നടത്തിയില്ല, ഒരു സ്വർഗരാജ്യവും നിന്നിൽ നിന്ന് പുറപ്പെടുകയില്ല. അത് നമ്മൾ ഓർക്കണം. ഇത് വ്യക്തവും ക്ലിയർ ആയിട്ട് ദൈവം പറയുന്നില്ലേ, നിങ്ങളെ ഞാൻ അറിയുന്നില്ല, നിങ്ങളുടെ കാര്യത്തിന് പോകാൻ. അവൻ വന്നു ചേർക്കേണ്ടവരെ ചേർക്കും. ആരെ ചേർക്കും? ഈ രീതിയിൽ ദൈവത്തെ വിശ്വസിച്ച് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്ന ജനത്തെ അവൻ മാനിക്കും. അവരുടെ കൂട്ടത്തിനാണ് പറയുന്നത് സ്വർഗരാജ്യം. നമുക്കും ആ സ്വർഗരാജ്യത്തിൽ കയറണ്ടായോ? വേണോ വേണ്ടായോ? ഒന്നുമായെന്ന് പറഞ്ഞു എനിക്കെന്റെ രക്ഷകനെ വേണം, എനിക്കെന്റെ രക്ഷകനെ കണ്ടാൽ മതി, അവനിലേക്ക് അടുത്താൽ മതി, എനിക്കെന്റെ രക്ഷകനെ കണ്ടാൽ മതി, അവനിലേക്ക് അടുത്താൽ മതി, അവൻ പാദത്തിൽ ഇരുന്നാൽ മതി, അവനോട് ചേർന്നു പഠിച്ചാൽ മതി, അവൻ പാദത്തിൽ ഇരുന്നാൽ മതി, അവനോട് ചേർന്നു പഠിച്ചാൽ മതി. ഇത്രയും ചെയ്താൽ മതി. നമ്മൾ സ്വർഗരാജ്യത്തിന്റെ ആൾക്കാരായി കഴിയുന്നു. സ്വർഗരാജ്യത്തിലെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന്റെ മെമ്പേഴ്സ്. നമ്മളെ നോക്കിക്കുന്നതിന് ദൈവത്തിന്റെ കടമയാണ്. ദൈവം നമ്മളെ കാത്തോളും. ആ വിശ്വാസത്തിലേക്ക് നമുക്ക് വരാം. God bless you.